ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ രവി പാലക്കാട്. AC വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജിൻ്റെ ഒക്കെ PCB റിപ്പയർ ചെയ്യുന്നയാൾ. ഇന്ന് LGയുടെ ഒരു ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ, ഇൻവെർട്ടർ വാഷിംഗ് മെഷീൻ്റെ ബോർഡാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് അതിൽ LE എന്ന് പറഞ്ഞിട്ടുള്ള എററാണ് കാണിക്കുന്നത്. അപ്പോൾ LE എറർ ആണെങ്കിൽ എന്തായിരിക്കും കംപ്ലയിൻറ്റ്, അത് വരാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. ആദ്യം തന്നെ നമുക്കിതിൻ്റെ മോട്ടർ ഒന്ന് ചെക്ക് ചെയ്യാം. അതായത് മോട്ടറിൽ വരാൻ ചാൻസ് ഉള്ള കംപ്ലയിൻറ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അറിയാം, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ബെയറിങ് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഇത് ഓവർ ടൈറ്റ് വരാം. അതുപോലെ ഡ്രമ്മിനകത്ത് എന്തെങ്കിലും തുണിയുടെ വേസ്റ്റോ വല്ലതും കിടന്നിട്ട് ഓവർ ടൈറ്റ് വരിക, അല്ലെങ്കിൽ ഓവർ ലോഡ് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കോമൺ ആയിട്ട് കമ്പനിയിലടക്കം നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊന്നും നമ്മൾ പ്രത്യേകം പറയുന്നില്ല, അത് നമുക്ക് എല്ലാ ടെക്നീഷ്യന്മാർക്കും അറിയാവുന്ന കാര്യമാണ്. നമുക്കറിയാം, ഇൻവെർട്ടർ വാഷിംഗ് മെഷീൻ ആയതുകൊണ്ട് DC മോട്ടറാണ്. അതുകൊണ്ട് തന്നെ ഇത് മാഗ്നറ്റിക് റോട്ടറായിരിക്കും അതിനകത്തിരിക്കുക. അപ്പോൾ മറ്റേ മോട്ടർ പോലെ, സാധാരണ AC മോട്ടർ പോലെ ഫ്രീ ആയിട്ട് കറങ്ങില്ല, ചെറിയൊരു പിടുത്തം ഉണ്ടാവും. അത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പിടുത്തമാണ്, അല്ലാണ്ട് ജാമായിട്ടുള്ള പിടുത്തമല്ല. നമുക്ക് ബെയറിങ്ങിൻ്റെ ഫാൾട്ടാണെങ്കിൽ അത് ഇങ്ങനെ തിരിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഡ്രമ്മിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആണെങ്കിൽ അറിയാം, എല്ലാ ടെക്നീഷ്യന്മാർക്കും അറിയാവുന്നതാണ്. അത് ബെൽറ്റൊന്ന് റിമൂവ് ചെയ്തിട്ട് നോക്കിയാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇപ്പോൾ മെയിനായിട്ട് ഇതിലിപ്പോൾ നമ്മളിത് നോക്കാൻ പോകണം എന്താണെന്ന് വെച്ചാൽ ഈ വൈൻഡിങ്ങിൻ്റെ കംപ്ലയിൻ്റ് എങ്ങനെയാണ് നോക്കുക. ഇത് 3 വൈൻഡിങ് അറിയാം, UVW. അതിൽ വന്നിട്ട് മൾട്ടിമീറ്റർ, നമ്മുടെ ക്ലാമീറ്റർ എടുത്തിട്ട് അതിൽ ഓംസ് റേഞ്ച് ചെക്ക് ചെയ്യുക. ഓംസ് റേഞ്ച് ചെക്ക് ചെയ്തിട്ട് 1ഉം 2ഉം തമ്മിൽ ആദ്യം നോക്കാം. 1ഉം 2ഉം കറക്റ്റ് 13.3 ഓംസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ 2ഉം 3ഉം തമ്മിൽ നോക്കാം. അതും അതേപോലെ 13.2 ആവറേജ് കാണിക്കുന്നുണ്ട്, അതായത് 13 ഓം ആവറേജ്. നമുക്ക് 1ഉം 3ഉം കൂടെ നോക്കാം. അതും അതേ തന്നെയാണ് കാണിക്കുന്നത്, 13.5, 13.4, അതായത് 12.5 മുതൽ 13.5 വരെ വരാമെന്നാണ് പറയുന്നത്. അത് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് വൈൻഡിങ്ങിന് യാതൊരു കുഴപ്പമില്ല എന്നർത്ഥം. അതേ സ്ഥാനത്ത് ഇത് ലോ ഓംസ് ആണ് കാണിക്കുന്നത്, ഷോർട്ട് 0.0 ഒക്കെയാണ് കാണിക്കണം, അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി വരുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് കംപ്ലൈൻ്റ് ആയിട്ട് പരിഗണിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് നോർമലായിട്ട് ഇത്രയും ഓംസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മോട്ടറിൽ ഒരു കുഴപ്പമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്ത് നമുക്ക് ബോർഡ് ചെക്ക് ചെയ്യാം. ബോർഡിൽ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് ലൈനിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് മോട്ടറിലാണോ ബോർഡിലാണോ എന്നുള്ള കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടാവുമല്ലോ. അതിനാണ് നമ്മൾ ആദ്യം മോട്ടർ ചെക്ക് ചെയ്തത്. മോട്ടർ ഓക്കെയാണ്. അപ്പോൾ ഇനി അടുത്ത് നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൻ്റെ UVW, അതായത് ബോർഡിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന UVWയിലെ റെസിസ്റ്റൻസ് നോക്കാം. അതേമാതിരി റേഞ്ചിലിട്ടു, കണക്ഷൻ കൊടുത്തു. 34 ഓം, അതായത് 1 to 2 പിന്നുകൾ തമ്മിൽ 34 ഓംസാണ് കാണിക്കുന്നത്. അതേപോലെ 2 to 3 പിന്നുകൾ തമ്മിലും 46 ഓംസാണ് കാണിക്കുന്നത്. അതേപോലെ 1 to 3 പിന്നുകൾ തമ്മിൽ നോക്കുമ്പോഴും 38 ഓം, 39 ഓം കാണിക്കുന്നത്, അതായത് 39.6 അങ്ങനെ കാണിക്കുന്നു. അപ്പോൾ ആവറേജ് ഇത്രയും ഓംസ് കാണിക്കുന്നത്, അത് ഓംസാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഇത്രയും ഓംസ് വരില്ല, ഇത്രയും ഡയറക്റ്റ് ഷോർട്ട് ഒരിക്കലും വരില്ല. ഇത് കിലോ ഓംസിൻ്റെ മുകളിലായിരിക്കും ഇതിൽ കാണിക്കേണ്ടത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഇതേപോലെ വേറൊരു ഇൻവെർട്ടർ ബോർഡ് എടുത്തിട്ട് അതിൻ്റെ UVW ലൈനിലൊന്ന് ഇതിൻ്റെ ഓംസ് നോക്കാം. ഇതുണ്ടോ, 6.5 മെഗാ ഓം. അതേപോലെ 2 to 3 6.16 മെഗാ ഓം. അതേപോലെ 1 to 3 വന്നിട്ടും 7.16 മെഗാ ഓം ആണ് കാണിക്കുന്നത്. അത് മെഗാ ഓം എന്ന് പറയുമ്പോൾ അത്രയ്ക്കും ഹൈ റെസിസ്റ്റൻസ് ആണ് കാണിക്കുന്നത്. കാരണം ഇതിൽ ഈ ഔട്ട്പുട്ട്, അതായത് നമ്മുടെ ഈ ലൈനുമായിട്ട് ഇതിലേക്ക് യാതൊരു കണക്ഷനും വരില്ല. നമ്മൾ ഔട്ട്പുട്ട് വരുമ്പോൾ മാത്രമേ ഇതിനകത്ത് കണക്ഷൻ കാണിക്കുള്ളൂ.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പിന്നുകൾ തമ്മിൽ ഒരു 500Kയുടെ മുകളിലെങ്കിലും റെസിസ്റ്റൻസ് കാണിക്കണം. ഇതുപോലെ ഓംസ് ഒരു കാരണവശാലും കാണിക്കാൻ പാടില്ല. അപ്പോൾ ഈ ഓംസ് ഇതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. അതായത് ഈ IGBT ഷോർട്ടാണ്, അല്ലെങ്കിൽ അത് കംപ്ലൈൻ്റാണ്. അതുകൊണ്ടാണ് ഈ ഫാൾട്ട്, അതായത് മോട്ടറിലേക്ക് കറക്റ്റ് ലോഡ് വരാതിരിക്കാനുള്ള, മോട്ടറിലേക്ക് കറക്റ്റ് കറണ്ട് വരാതിരിക്കാനുള്ള കാരണം. അപ്പോൾ അത് മോട്ടറിൻ്റെ അല്ലായിരുന്നു കംപ്ലൈൻറ്റ്, ഇതിൻ്റെയാണെന്ന് കംപ്ലൈൻറ്റ് നമുക്ക് മനസ്സിലായി. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയും ഭാഗങ്ങൾ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.